ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മോളുടെ നമ്മൾ മൊട്ടടിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടുണ്ടായി. നമ്മൾ കാത് കുത്തി മൊട്ടടിക്കുന്ന ഫംഗ്ഷൻ തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളതിൻ്റെ ഓരോ കഷ്ണമായി വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊട്ടടിക്കുന്ന ഫംഗ്ഷൻ്റെ ഫുള്ളായി വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ മൊട്ടടിക്കാൻ പോയത് നമ്മുടെ വീട്ടിൽ നിന്നും തഞ്ചാവൂർ പറഞ്ഞ സ്ഥലത്തോട്ടാണ്. കാരണം തഞ്ചാവൂർ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് സ്ഥലത്ത് നിന്ന് ഒരു 120 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പിക്കപ്പ് വാനൊക്കെ എടുത്തിട്ടാണ് പോയത്. പിക്കപ്പ് വാനും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അധികം ഇങ്ങനത്തെ വാനിലാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ അവിടെയുള്ള വണ്ടീനെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി കൂട്ടിയിരിക്കും. അപ്പോൾ ഞങ്ങളൊരു 10-13 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബൈപ്പാസിന് ഒരുപാട് വഴി ഉള്ളിൽ പോകണം, എന്നിട്ടാണ് ഈ സ്ഥലം വരുന്നത്. പക്ഷേ നമ്മളിവിടുത്തെ വ്യൂസൊക്കെ എല്ലാവർക്കും കാണല്ലോ. തമിഴ്നാട് പോയിക്കുമ്പോൾ എപ്പോഴും ലാൻഡ്സ്കേപ്പൊക്കെ പരന്നായിരിക്കും. പിന്നെ ഇങ്ങനെ ചില കാഴ്ചകൾ നിങ്ങൾ വളരെ തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ കാണാനിടയാറുണ്ട്. ഈ കാഴ്ച ഉണ്ടോ? ഇത് നമ്മളവിടെ കാണില്ല. കാരണം നമ്മളവിടെ കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ MBD പൂക്കി അകത്തിടും. വീട്ടിൽ നേർന്നൊരു വഴിപാടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് ഈ വഴിപാട് കഴിച്ചത്. കാരണം അവളുടെ മൊട്ടടിച്ച് കാതുകുത്തുന്ന ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങൾ അപേക്ഷിച്ച് തമിഴ്നാട്ടിലെ അമ്പലങ്ങൾക്ക് നിങ്ങൾക്കറിയാം പല വ്യത്യസ്തതകളും ഉണ്ടാവും. കാരണം ആചാരങ്ങളിലും അതുപോലെ തന്നെ രൂപങ്ങളിലും ഭാവങ്ങളിലും മൊത്തം ഇവിടുത്തെ അതുപോലെ പൂജകളൊക്കെ വ്യത്യാസമാണ്. നമ്മൾ ചെന്ന പാടെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ അവിടെ പൊങ്കൽ വെച്ചിട്ടും കൂടി ഇവിടെ വഴിപാട് ചെയ്യണം. അപ്പോൾ പൊങ്കൽ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ അടുപ്പുകൾ അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്പലം. അപ്പോൾ ഈ അമ്പലത്തിലെ രൂപങ്ങളെ കണ്ടു നമ്മുടെ അവിടുത്തെ അപേക്ഷിച്ച് വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൊങ്കൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ അടുപ്പിന് 4 പുറം മഞ്ഞൾ കുങ്കുമൊക്കെ വെച്ചിട്ട് വേണം അത് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടുപ്പ് വെച്ച് പൊങ്കൽ വെച്ചു. ഈ പൊങ്കൽ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 10-13 പേരുണ്ടായിരുന്നു. കാരണം ഈ വരി ഇരിക്കണമൊക്കെ ഇവിടുത്തെ അടുപ്പുകളാണ്. പലരുണ്ട്, നമ്മൾ പോയ ദിവസം പലരും ഉണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ വഴിപാടുണ്ടായിരിക്കും. ഈ വഴിപാടുകളൊന്നും ഞാൻ ചേർന്നല്ല, അമ്മി അച്ഛൻ ചേർന്നതാണ്. അപ്പോൾ ആടിനെ വഴി കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞ് ഈ കോഴീനെയാണ് ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇത് ഈ അമ്പലത്തിലെ കുളമാണെങ്കിൽ സ്റ്റെപ്പൊക്കെ ആയിട്ടുള്ള കുളം. പക്ഷേ കുളത്തിൽ വളരെ വെള്ളം കുറവായിരുന്നു. കാരണം നമ്മുടെ അവിടുത്തെ അമ്പലങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. ഈ അമ്പലത്തിലെ തേരാണ്. ഇത് വർഷത്തിൽ ഒരിക്കലും ഇവിടെ ആഘോഷിക്കും. നല്ല വലിപ്പമുണ്ട്. ഒരു 3 നില ബിൽഡിങ്ങിൻ്റെ അത്രയും വലിപ്പമുണ്ട് തേര്. അപ്പോൾ ഇതാണ് നമ്മുടെ മുടി വെട്ടുന്നതിനായിട്ട് മുമ്പുള്ള മൊട്ടടിക്കുന്നതിനായിട്ട് മുമ്പുള്ള ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി അവൾക്ക് ഈ മുടി കിട്ടില്ല. അപ്പോൾ നമ്മളിത് മൊട്ടടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മൊട്ടടിക്കുന്നിടത്ത് ജസ്റ്റ് ഒരു 100 രൂപ 150 രൂപ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ദക്ഷിണായിട്ട് ഓരോരുത്തർ കൊടുക്കാറുണ്ട്. ചിലർ നമ്മളൊരു 100-200 ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോരുമ്പോൾ അയാൾക്ക് എക്സ്ട്രാ ആയിട്ട് പൈസ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിയയുടെ അനിയൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ഇത് സാധാരണ ചെയ്യുക. മാമൻ്റെ മടിയിൽ വെച്ചിട്ടാണ് മൊട്ടടിക്കുക എന്നാണ് പറയുക. അവിടെ കാതുകുത്തലുണ്ട്. അത് ഓൾറെഡി നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് കാതുകുത്തലില്ല, ജസ്റ്റ് മൊട്ടടിക്കൽ മാത്രം. സംഭവം 2 വയസ്സായിട്ടില്ല, അവൾക്ക് 1.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഈ മൊട്ടടിക്കുമ്പോൾ ഇത് മൊട്ടടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ആദ്യം നല്ല ചിരിച്ചുകൊണ്ടായിരുന്നു, പിന്നെ കരയാൻ തുടങ്ങി. കരഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കാണെങ്കിൽ അത് സഹിക്കുന്നില്ല. കാരണം നമുക്ക് അവൾ മടിയിൽ നിന്ന് കരയുമ്പോൾ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി കരയാണ്. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ആ കരച്ചിൽ ഇങ്ങനത്തെ ദിവസം ഇങ്ങനെ കരയാറില്ല. നമ്മൾ കരഞ്ഞെടുക്കല്ലേ. അപ്പോൾ ഇത് എടുക്കാനൊന്നും നിവൃത്തിയില്ല. അങ്ങനെ അവൾ കുളിപ്പിച്ച് കഴിയുന്നവരെ ഈ കരച്ചിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ വേഗം കുളിപ്പിച്ചു. പക്ഷേ ഈ അമ്പലത്തിലെ വെള്ളം കൊണ്ടാണ് കുളിപ്പിച്ച്. സാധാരണ ചൂടുവെള്ളം കൊണ്ട് കുളിപ്പിക്കുന്നതാണ്. പക്ഷെ പച്ചവെള്ളം കൊണ്ട് കുളിപ്പിച്ച് അവർ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവാറുണ്ട്. പക്ഷെ അവൾക്കൊന്നും ഉണ്ടായില്ല. പനിയോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ മുട്ട അടിച്ചിട്ട് വന്നിട്ട് നമ്മൾ ചന്ദനം, തമിഴ്നാട്ടിലും അത് നമ്മൾ പഴനിയിലേക്ക് പോയി ചേർക്കുന്ന ചന്ദനം, അതാണ് തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തേച്ചിട്ട് തലയിലുള്ള ഷാർപ്നെസ്സും പിന്നെ ചെറിയ മുറിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നീട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അവിടുത്തെ അമ്പലത്തിൽ നമ്മൾ ശൂലം ഇങ്ങനെ കുത്തി വെക്കാറുള്ള അവരൊക്കെയാണ്. ഇവിടുത്തെ തേരും അതുപോലെ ഒരു കുതിരവണ്ടി, ഇതൊക്കെ ഒരു ഫംഗ്ഷന് മാത്രമേ എടുക്കുള്ളൂ തോന്നുന്നു. കാരണം ഞാൻ ഇവിടുത്തെ ഫംഗ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ചെറുപ്പത്തിൽ എനിക്കും ഇവിടെ മുട്ട അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ് എനിക്ക് എൻ്റെ ചെറിയൊരു ഓർമ്മയിലുള്ളൂ കേട്ടോ ഇവിടെ ഒന്ന് മുട്ട അടിക്കുക. അന്ന് ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുഴിച്ചെടുക്കുക ചെയ്യുക. ഫുൾ മണലുള്ള ഒരു ഏരിയയാണ്, ഫുൾ കടലിൻ്റെ ഏരിയയാണ് ശരിക്കും പോലെ. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളാണ്. ഇവിടെ കുറേ പശുക്കളുടെ അതുപോലെ കുതിരകളുടെ അതൊക്കെയാണ് മെയിൻ രൂപങ്ങളാണ് കൂടുതലുള്ളത്. ഇത് അമ്പലമാണ്, ഫുള്ള് കല്ലുകൊണ്ട്. നമുക്കറിയാലോ തമിഴ്നാട്ടിൽ ഒരു അമ്പലങ്ങളൊക്കെ കല്ലുകൾ. ഇവിടുത്തെ ഓരോ ദൈവങ്ങളാണ്. പിന്നെ ഇവിടുത്തെ ദൈവങ്ങൾ കൂടുതൽ നമ്മൾ എന്താ പറയുക മനുഷ്യരൂപങ്ങളിലായിരിക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ശിവന്റെയും ഗണപതിയുടെയും അതുപോലെ തന്നെ രൂപങ്ങളും ഉണ്ടാവും. അത് കൂടാതെ ഇങ്ങനെയാണ് മനുഷ്യരൂപങ്ങളായ കുറേ ദൈവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഭയങ്കര ശക്തിയുള്ള ദൈവങ്ങളായിട്ടാണ് അവർ ആരാധിച്ചു പോകുന്നത്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് പോയിട്ട് അവിടെ നിന്ന് തൊഴുതു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സൈഡ് ഇതുപോലെ തന്നെ നമ്മൾ പൊങ്കൽ വയ്ക്കാനുള്ളതും അതുപോലെ തന്നെ നമ്മൾ കോഴീനെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കോഴീനെ അവിടെ അമ്പലത്തിൽ വെച്ചിട്ട് ബലി കൊടുത്തിട്ട് ആ ബലി കൊടുത്തതും അവിടെ വെച്ച് കഴിച്ചിട്ടാണ് സാധാരണ പൂര. പിന്നെ അവിടെ ഉള്ള ആൾക്കാർക്കും നമുക്ക് കൊടുക്കാം, അവിടെ അമ്പലത്തിൽ വന്നവർക്ക്. ഇതൊക്കെ ഇവിടുത്തെ നമ്മൾ ഒരുപാട് ആചാരങ്ങൾ വ്യത്യാസമുണ്ട്. നമ്മുടെ അവിടെ ഒന്നും കേൾക്കാറില്ല. പക്ഷെ നമ്മുടെ അവിടെ ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അറിയാത്ത പല സ്ഥലങ്ങളും ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ ഉണ്ട്.
നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രം പറഞ്ഞ സ്ഥലത്തൊക്കെ ഇതുപോലെ തന്നെ ബലി കൊടുക്കുന്നതും അങ്ങനെ പല ആചാരങ്ങളുണ്ട്. ഇതും എനിക്ക് താല്പര്യപൂർവ്വമല്ല, വീട്ടിൽ അവർ നിർബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ വഴിപാട് ചെയ്തത്. കാരണം എനിക്ക് അങ്ങനത്തെ താല്പര്യം ഉണ്ടായിരുന്നില്ല ബലി കൊടുക്കലൊന്നും. പക്ഷെ നമ്മൾ വീട്ടുകാർ പറഞ്ഞിട്ടാണ് ഈ മെയിൻ വഴിപാടും ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പൂക്കൾ ഒരുപാടുണ്ടെങ്കിൽ പൂക്കൾക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. തമിഴ്നാട്ടിലെ പൂക്കൾക്ക് ഭയങ്കര, കാരണം എല്ലാവരും പൂക്കൾ അമ്പലങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ പൂ മേടിച്ചു കൊണ്ടുപോകണം. അതുപോലെ തന്നെ സ്ത്രീകളെല്ലാവരും ഇവിടുത്തെ പൂ വെച്ചിട്ട് നടക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ പൂവിന് ഭയങ്കര ഡിമാൻഡാണ്. പൂ എത്രത്തോളം ഉണ്ടാവുന്നുള്ളൂ അത്രത്തോളം പൂവിന് ഡിമാൻഡ് ഉണ്ട്. നല്ല തമിഴ്നാട്ടിൽ ഒരുപാട് പൂ ഉണ്ട് കരുതി പൂവിന് വില കുറവാണെന്ന് വിചാരിക്കേണ്ട, ഇവിടെ നല്ല വിലയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അമ്പലത്തിൽ വരെ വഴിപാട്, ഇത് അവിടുത്തെ ഒരു പൂജാരിയാണ്. ഇത് ശരിക്കും ഒരു 3 അമ്പലമാണ്. ആ 3 അമ്പലത്തിൽ 3 ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ 3 രീതിക്കാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കൊണ്ടുപോകുന്ന 3 മാല, അതുപോലെ തന്നെ ഈ ഒരു സാരി ഉണ്ടായിരുന്നു, മുണ്ടുണ്ടായിരുന്നു, അങ്ങനെ 3 ദൈവങ്ങൾക്ക് 3 വസ്ത്രങ്ങൾ. ഇത് അമ്പലത്തിന് അടുത്തുള്ള ഒരു പുഴയാണ്. ഇത് ഫുള്ള് കലങ്ങി മറിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ കുറെ ഗ്രാമീണ കാഴ്ചകൾ വളരെ അടിപൊളിയായിരുന്നു. കാരണം ഇത് കുറെ ഉള്ളിലുള്ള ക്ഷേത്രമാണ്. അപ്പോൾ വളരെ നന്നായിരുന്നു ചില കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ മാക്സിമം ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. നമ്മൾ കാലത്ത് വീട്ടിൽ നിന്ന് ഒരു 7 മണിയാകുമ്പോൾ പോകുന്നതാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 4 മണിയാവാറായി. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് വിട്ട 2 മണിക്കൂർ ട്രാവൽ ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട് എത്താൻ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.